നിന്റെ മരുമോള് ഗർഭിണിയാ. കല്യാണത്തിന് മുന്നേ നിന്റെ മോമല്ലോ മൂത്തത് നിൽക്കുമ്പോ ഇളയതിനെ കെട്ടിച്ച്. എന്നാലും ഈ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളിനുള്ളിൽ തന്നെ ഇതൊക്കെ വേണം. അവക്ക് കാര്യമായിട്ട് സ്വത്തുവല്ലോ. പല ചോദ്യങ്ങൾ അതുപോലത്തെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങളിപ്പോൾ അതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സിറ്റുവേഷനാ. നമ്മൾ പേരൻസ് ആണെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യം അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പ്രഗ്നൻസി വീഡിയോ ഇട്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ അടിയിൽ ഓർമ്മയുണ്ട് ആ കമന്റ്. ആ ഒരു ചേച്ചിയായിരുന്നെന്ന് തോന്നുന്നു. 12 വർഷമായിട്ട് 2 വരയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി. അപ്പം അത്രയും ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യത്തിനെ മറ്റുള്ളവർ പറയുന്നതിൻ്റെ പേരിൽ അങ്ങനെ അതിനെ വേണ്ടാന്ന് വെക്കണോ അല്ലെങ്കിൽ അതിനോടൊരു വെറുപ്പ് തോന്നണോ എന്നൊന്നും എനിക്ക് അതിനോട് യോജിപ്പില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ എൻ്റെ അടുത്തൊരു ഉപ്പും മോരും വെച്ചോണ്ടായിരിക്കുന്നത്. കാരണം അതെന്താന്ന് എനിക്കറിയത്തില്ല. ഇത് അറിയുന്നതിന് തൊട്ട് തലേ ദിവസം വരെ തുള്ളിച്ചാടി വണ്ടിയിലൊക്കെ ഭയങ്കര സ്പീഡിൽ പോയി ഒരു കയറും കൊടുക്കാതെ നടന്ന ഞാൻ ഇതറിഞ്ഞതിൻ്റെ 2ാമത്തെ ദിവസം തൊട്ട് തുടങ്ങിയ ഛർദിൽ ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അതല്ല, നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള രീതികളും എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രയോറിറ്റീസ് എല്ലാം മാറുന്ന സമയമാണ് ഇപ്പോൾ. ഇപ്പം ഞങ്ങൾ ആലോചിക്കുന്നത് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ തുടങ്ങിയാലോന്ന്. കാരണം ഒരു 3 ദിവസം ഞാൻ വീട്ടിലാണെങ്കിൽ ബാക്കിയുള്ള ഒരു 5-6 ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. ഉള്ള കൂട്ട് എല്ലാം കൊണ്ട്. ഇഞ്ചക്ഷൻ ഭയങ്കര പേടി ഉണ്ടായിരുന്ന ആളായിരുന്നു. എല്ലാ ഇഞ്ചക്ഷനും ഇപ്പൊ ഇഞ്ചക്ഷനൊക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. പണ്ടൊക്കെ ഒരു പനിക്ക് വരുമ്പോൾ ഞാൻ കൊണ്ടുപോകാറുണ്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. ഡോക്ടറോട് അങ്ങോട്ടേ പറയും എനിക്ക് ഇഞ്ചക്ഷൻ വേണം, മരുന്ന് മതി. അതുപോലെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയതാ ഞങ്ങൾ. ഈ ഫസ്റ്റ് ഈ പ്രഗ്നൻസിയുടെ ഇത് ആദ്യമായിട്ട് അച്ഛനാണെന്ന് അറിയുന്നത് ഞാനാകട്ടെ സത്യം പോലെ. ഇത് ഫുഡ് പോയ്സൺ അടിക്കടി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ അപ്പൊ യൂറിനൊക്കെ ഒന്ന് ടെസ്റ്റിനൊക്കെ കൊടുത്തു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ഞാൻ എന്ത് ചെയ്താ ഞാൻ സമ്മതിക്കത്തില്ല. പ്രഗ്നന്റ് അല്ല ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞു. അപ്പൊ കല്യാണം കഴിഞ്ഞിപ്പം ഇത്ര നാള് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാനതിനെപ്പറ്റി എനിക്കാണെങ്കിൽ എനിക്ക് ആ സമയത്ത് കോളേജിൽ ഞാൻ MSW ചെയ്തുകൊണ്ടിരിക്കുക, മെഡിക്കൽ ആൻഡ് സൈക്യാട്രി. അപ്പം നമുക്ക് ലാസ്റ്റ് പഠിക്കുന്നവർക്കറിയാം, ലാസ്റ്റ് നമുക്കൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ ഓടി നടന്ന് ഊണുമില്ല ഉറക്കമില്ല. അങ്ങനെ പിന്നെ കല്യാണത്തിൻ്റെ കുറേ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കല്യാണത്തിൻ്റെ സമയത്തും കല്യാണം കഴിഞ്ഞും ഒക്കെ ഞങ്ങൾ ഭയങ്കര റഷായിരുന്നു. പിന്നെ എനിക്ക് കല്യാണ സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റാത്തവർക്ക് കല്യാണം കഴിഞ്ഞ് ചെയ്ത് തീർക്കുന്ന അതിൻ്റെ ഓട്ടം വേറെ, കോളേജിലെ കാര്യം വേറെ. അപ്പം ഞാൻ നേരവണ്ണം ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ എനിക്കൊന്ന് ഞങ്ങൾ ആദ്യം കാണിച്ച വേറൊരു ഹോസ്പിറ്റൽ. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്തായിരുന്നോ, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു പ്രഗ്നൻസി എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം. നോക്കുമ്പോൾ എൻ്റെ വയറ് എനിക്ക് ഭയങ്കരമായിട്ട് വീർത്ത് കെട്ടിയിരിക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്.